കഴിഞ്ഞ ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിൻ്റെ വഴി നടത്തവേ പാംബ്ലാനി ജോസഫ് പാംബ്ലാനി പിതാവ് നടത്തിയ ഒരു പരാമർശം. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് മതേതരത്വം ഭരണഘടന നൽകുന്ന അടിസ്ഥാന അവകാശമാണെങ്കിലും രാജ്യത്ത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് നടത്തുന്നത് പോലെയുള്ള കുരിശിൻ്റെ വഴി നടത്താൻ കഴിയാത്ത ഒരുപാട് നഗരങ്ങൾ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതിന് തൊട്ട് ശേഷമുള്ള ദിവസങ്ങളിൽ തന്നെ അഹമ്മദാബാദിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥന നടക്കവേ VHP ബജറംഗ് ദൾ പ്രവർത്തകർ വന്ന് തടസ്സപ്പെടുത്തിയ ഒരു വാർത്തയും നമ്മൾ കേൾക്കുകയുണ്ടായി. ഇൻസൈറ്റിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. പാംബ്ലാനി പിതാവിൻ്റെ പരാമർശം നമ്മൾ കേട്ടല്ലോ. തൊട്ടുടനെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥന നടത്തുന്ന ഒരു പള്ളിയിലേക്ക് ബജറംഗ് ദൾ VHP പ്രവർത്തകർ കയറി വന്ന് തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു പരാമർശത്തെയും ഈ സംഭവത്തെയും എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് നോക്കി കാണും. അതായത് ഈ പാംബ്ലാനി പിതാവ് ഈ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ടും ഈ ദുഃഖവെള്ളിയായി ബന്ധപ്പെട്ടും ഡൽഹിയിൽ കുരിശിൻ്റെ യാത്ര സെക്യൂരിറ്റി കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സുരക്ഷാ കാരണവും തടയപ്പെട്ടു. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിലും ഒറീസയിലും മണിപ്പൂരിലും ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദിലും പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതായത് ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ അവർ പ്രത്യേകിച്ച് പള്ളിയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അഹമ്മദാബാദിൽ ആക്രമണം നടന്നത്. അപ്പോൾ അതൊരു കേരളത്തിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടുത്ത് അതിൻ്റെ അകത്ത് വലിയ ആശങ്കകൾ ഉണ്ടായിരിക്കും. കാര്യം കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ ജനസംഖ്യ വെച്ച് വളരെ കുറച്ച് ജനസംഖ്യ താരതമ്യം വളരെ കുറവാണ്. പക്ഷേ കേരളത്തിൽ അതല്ല സ്ഥിതി. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതികരണം ഉണ്ടായിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള പല ആൾക്കാരും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, പക്ഷേ ഇതിലൂടെ ക്രൈസ്തവ സമൂഹം നേരിടുന്നൊരു വലിയ ഭീഷണി എന്ന നിലയിൽ കൂടിയാണ് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദുഃഖവെള്ളിയുടെ ദിവസം ഉണ്ടായ സംഭവം മാത്രമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ കണ്ടുവരുന്ന കാര്യം, ക്രൈസ്തവർക്കെതിരെ ഇതുപോലെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണം ബജറംഗ് ദളും VHPയും തുടങ്ങി ഈ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന സംഭവങ്ങൾ പലതും ഉണ്ടായിട്ട് ഓരോ കാരണങ്ങളും ഓരോ അവസ്ഥകളിലാണത് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രഹാം സ്റ്റെയിൻസിനെ മക്കളെയും ചുട്ടുകൊന്ന അതിഭീകരമായിട്ടുള്ളൊരു വാർത്ത കന്ധമഹൽ നമുക്കറിയാം സംഭവം നടന്നിട്ടുള്ളത്. അതിലൊരു പ്രതി എടുത്ത കാലത്ത് ഒറീസ സർക്കാർ അതിനുശേഷം മോചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ വരുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രൈസ്തവ സമൂഹം മുസ്ലിം സമൂഹവുമായി താരതമ്യം ക്രൈസ്തവ ന്യൂനപക്ഷം വളരെ കുറച്ചുകൂടി ജനസംഖ്യയിൽ വളരെ കുറവാണ്. അപ്പോൾ ആ നില വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നതിന് വിശ്വാസപരമായിട്ട് പ്രതിസന്ധിയും അധിക പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്, ക്രൈസ്തവ സമൂഹം നേരിടുന്നത്. അപ്പോൾ അത് ഉന്നയിക്കപ്പെടുന്നു. പക്ഷേ നമ്മളൊരു കേരളത്തിൻ്റെ അകത്തൊരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട്, നമുക്ക് കാണാതിരിക്കാൻ അത് പറ്റില്ല. കാരണം കേരളത്തിലെ പല വിഷയങ്ങളിലും കേരളത്തിലെ BJP സംഘപരിവാർ രാഷ്ട്രീയ ബന്ധപ്പെട്ട് BJPയുമായി രാഷ്ട്രീയ ബന്ധത്തിൽ അനുഭവം പുലർത്തുന്ന ക്രൈസ്തവ സംഘടന തന്നെ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്, കാസ എന്ന് പറയുന്ന സംഘടന. അതുപോലെ പലപ്പോഴും പിതാക്കന്മാരുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന കാര്യം, ഒരു അനുകൂലമായ പ്രസ്താവന പലപ്പോഴും കേൾക്കാറുമുണ്ട്. രണ്ടാമത് നമുക്കറിയാം, കഴിഞ്ഞ തവണ ഈ ക്രിസ്മസ് ദിനത്തിനന്ന് പ്രധാനമന്ത്രി തന്നെ പള്ളിയിൽ പോകുന്ന സംഭവമുണ്ട്. അപ്പോൾ ക്രൈസ്തവ സമൂഹവുമായിട്ട് രാഷ്ട്രീയവും അല്ലാത്തൊരു ബന്ധത്തിന് സാധ്യത ആരായുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെ സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടി നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു സീരിയസ് വിഷയമാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമൂഹത്തോടുള്ള, അത് മുസ്ലിം ആകട്ടെ ക്രൈസ്തവരാകട്ടെ, സമൂഹത്തോടുള്ള സംഘപരിവാർ സംഘടനകളുടെ, ഹിന്ദുത്വ സംഘടനകളുടെ സമീപനം എപ്പോഴും എക്കാലത്തും ഇത് തന്നെയായിരുന്നു. അതിജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെല്ലാ കാലത്തും എടുത്ത നിലപാട്. ചില സമയങ്ങൾ അത് പ്രത്യേക സ്വഭാവമായിരിക്കും. അപ്പോൾ ഒരു സമൂഹത്തിന് ബുൾഡോസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നേരിട്ടുള്ള ആക്രമണമാണ്. അതാണ് അഹമ്മദാബാദ് കണ്ടിട്ടുള്ളത്. ഇത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്, ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനയിൽ വിശ്വാസത്തിനും മനസാക്ഷി സ്വാതന്ത്ര്യത്തിനൊക്കെയുള്ള നമ്മുടെ ആർട്ടിക്കിളിനെ ലംഘിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന പ്രവണത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നിശബ്ദത പാലിക്കുന്നതാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു പിതാവിനെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. മണിപ്പൂരിലെ കാര്യം നമുക്കറിയാം. മണിപ്പൂരും വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പാർലമെൻറ്റിലൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ക്രൈസ്തവ സമൂഹം നേരിടുന്നൊരു ഭീഷണിയുണ്ട് ഈ കാര്യത്തിൽ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും കുറേ കാലങ്ങളായിട്ട് ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട്.
ക്രൈസ്തവ സംഘടന പുരോഹിതന്മാരുടെ മതപരമായ പ്രവർത്തനത്തെയും വിശ്വാസത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് അധികാരത്തില്ലാത്ത സമയത്ത് സംഘപരിവാർ സംഘടന അധികാരത്തില്ലാത്ത സമയത്താണ് നടന്നത്. അപ്പോൾ അധികാരത്തോടുള്ള സമയത്ത് നിർബാധം തുടരാനുള്ളൊരു അവസരം കൂടി വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് കുരിശിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരു വലിയ പ്രകടനം, വലിയ ജാതിയൊന്നുമല്ല. കുറച്ച് ആൾക്കാരാണ് ഈ ഡൽഹിയിൽ പോകുന്നത്, ഒരു ചെറിയ ന്യൂനപക്ഷ സമുദായം. മാത്രമല്ല ഡൽഹിയിലെ പ്രധാനപ്പെട്ട കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹം അവരുടെ വിശ്വാസ ദിനത്തിൽ ഒരു കുരിശിന് വഴി ഒരു യാത്ര നടത്തൽ എന്ത് സുരക്ഷാ കാരണം കൊണ്ടാണ് തടയുന്നത്? എന്താണ് ന്യായീകരണം? ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സമയത്ത് പോലീസ് അവരുടെ കീഴിലല്ല, നമുക്കറിയാം. ഡൽഹി പോലീസ് സംസ്ഥാന അവിടുത്തെ കേന്ദ്രനാണ്. പക്ഷേ ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായല്ലോ. എന്താണ് ഈ പ്രത്യേക ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കുരിശിൻ്റെ യാത്രയെ സുരക്ഷാ കാരണമായി തടയണം? എന്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് വ്യക്തമാക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഈ ആശങ്കയുണ്ട്. ഇത് ഈ ആശങ്ക ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം ആശങ്കയല്ല, മതേതര സമൂഹത്തിൻ്റെ ആശങ്കയാണ്. ഇന്ത്യയിലെ മതേതര സമൂഹത്തിൻ്റെ തന്നെ ആശങ്കയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാമ്പ്ലാനി പിതാവിൻ്റെ പരാമർശത്തെ നമ്മൾ ആ പ്രസംഗത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ BJP-യോട് നിങ്ങൾ റബ്ബറിന് 350 രൂപ വിലയാക്കി തരൂ, ഞങ്ങൾ BJP-ക്ക് MP തരാം എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയും പറയുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആവിഷ്കരിക്കുക, പുരോഹിത നിലയ്ക്ക് ആ സമൂഹവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകളും ആകുലതകളൊക്കെ തന്നെ അദ്ദേഹമായിരിക്കും ആദ്യം പറയുക, അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എന്താ പറയുക, മറ്റ് സഭാപിതാക്കന്മാരെ പോലെ നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭാപിതാക്കന്മാരെ പോലെ വളരെ അവധാനതയോടെ ആലോചിച്ച് പറയാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കണം, പിതാവായിരിക്കണം. പക്ഷേ ഈ തലയ്ക്കുള്ള രാഷ്ട്രീയ പ്രസ്താവനയൊക്കെ അപകടകരമാണ്. കാര്യം കേരള സമൂഹത്തിൽ അതൊരു തരത്തിൽ ഒരു ക്രൈസ്തവ സമൂഹത്തെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ വിലപേശുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അതിലും കണ്ടത്. അതായത് റബ്ബറിൻ്റെ വില ഉയർത്തി എന്നാൽ അതൊക്കെ ഒരു വിലപേശൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതൊന്നും ക്രൈസ്തവ സമൂഹത്തിന് സ്വീകാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ക്രൈസ്തവ സമൂഹത്തിലെ കർഷക ജനത അനുഭവിക്കുന്ന പ്രശ്നമാണ് അതിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇതിലേക്കാട്ട് ഗുരുതരമായ പ്രശ്നത്തിൻ്റെ അകത്ത് കാണുന്നത്. കാര്യം വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്കറിയാം, ഇന്ത്യയുടെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പ്രത്യാഘാതം സൃഷ്ടിക്കുന്നു പറയുന്നത് വിശ്വാസപരമായ പ്രവർത്തനങ്ങളും വിശ്വാസപരമായ ജീവിതം നയിക്കാനും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം. നമ്മളത് മനസ്സിലാക്കേണ്ടതും നമ്മൾ അറിയേണ്ട കാര്യമാണ്. ദൈനംദിന അടിസ്ഥാനം നടക്കുന്ന കാര്യമാണ്. ഒരു പള്ളിയിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പള്ളിയിൽ കയറി ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിക്കുക, അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് വലിയ തോതിലുള്ള കുറ്റകരമായ പ്രവൃത്തിയാണ്. അങ്ങേയറ്റ കുറ്റകരമായ അതിനോട് പ്രതികരിക്കാൻ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി നിലയിൽ ആ സമൂഹത്തിൻ്റെ വികാരങ്ങൾ അറിയുന്ന ഒരാളാണ് എനിക്ക് പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രതികാരം നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത് മതേതരമായി തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു പ്രതികരണമാണ്. നമ്മൾ മറ്റേ താരതമ്യമുണ്ട് അങ്ങനെ അദ്ദേഹം അന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പറയാൻ പാടുണ്ടെന്ന ചോദ്യം പ്രസക്തമൊന്നുമില്ല. അന്നത്തെ രാഷ്ട്രീയത്തെ നമ്മൾ ആ രാഷ്ട്രീയം വിമർശിക്കണം. കാര്യം അത് ശരിയില്ലാത്ത കാര്യമാണ്, അതിൻ്റെ വിലപേശൽ. പക്ഷേ ഇതല്ല, ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാര്യം ഇന്ത്യ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം, ഭീതമായ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഒരു മുസ്ലിം സമൂഹത്തിന് നേർക്കായിരുന്നു ഇത്രയും കാലം അത് വളരെ നിർബാധം തുടരുന്നത്. അത് നമുക്കെല്ലാവരും അത് നിർബാധം തുടരുന്ന അതിഭീകരമായ നിയമനിർമ്മാണം കൂടിയും അത് കടന്നു വന്നു. ക്രൈസ്തവ സമൂഹം ഈ പ്രശ്നം നേരിടുകയാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട എനിക്ക് തോന്നുന്ന ഈ കാര്യം, മുനമ്പം തുടങ്ങിയ വഖഫ് തുടങ്ങിയത് ക്രൈസ്തവ സഭയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പശ്ചാത്തലം കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഇതെന്താണ് എന്നുള്ളതും കൂടി അന്വേഷിക്കാവുന്നതാണ്. ഈ അഹമ്മദാബാദിൻ്റെ ഈ പള്ളിയിൽ ബജ്രംഗ് ദൾ VHP പ്രവർത്തകർ വന്ന് പ്രാർത്ഥന തടസ്സപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച്, അതിനെ നിയമ നടപടിയെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് പോലീസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നില്ല. അതിനൊരു കാരണം പറയുന്നത് അവിടെയുള്ള ഹിന്ദുത്വ പ്രവർത്തകർ കൗണ്ടർ FIR കൊടുത്തിരിക്കുകയാണ്, ഇവിടെ മതപരിവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട്. ജബൽപൂരിലും ഒറീസയിലും ഒക്കെ ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിന് FIR എടുക്കാൻ കഴിയുന്നില്ല. ഈ ആക്രമിക്കാൻ വരുന്നവരും കൗണ്ടർ FIR കൊടുക്കുന്നു, അവരുടെ പരാതിയും പോലീസിനെ അന്വേഷിക്കാനുണ്ടെന്നാണ് പോലീസിൻ്റെ വാദം വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മുമ്പ് നമ്മൾ ഈ ഹിന്ദുത്വ പ്രവർത്തകരുടെ ആഘോഷവേളകളിൽ ഗ്രാൻഡ് റാലികൾ നടത്തുന്നു, അത് ഏതെങ്കിലും മസ്ജിദിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് ജയശ്രീറാം വിളികൾ ഉയർത്തി പള്ളിയുടെ മുകളിൽ കയറി സംഭവങ്ങളൊക്കെ ഇടക്കാലത്ത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അത് ഈ ക്രിസ്ത്യൻ ചർച്ചകളിലേക്കും കൂടി നീളുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദു ആഘോഷങ്ങൾ എങ്ങനെയാണ് ഒരു തരത്തിൽ സൈനിക സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരു പ്രശ്നമുണ്ട്. അത് വേറെ. ഇപ്പോൾ രാമനവമി പോലെ ഉത്സവങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് അതൊരു പ്രത്യേകം നോക്കണം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ഇവിടെ സംഘപരിവാർ രാഷ്ട്രീയം ഉന്നയിക്കുന്ന കാര്യമാണ് മതപരിവർത്തനത്തിൻ്റെ ഇതുള്ളത്.
മതം പ്രചരിപ്പിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും ഇന്ത്യയിൽ ആർക്കും, വിശ്വസിക്കരുത് എന്ന് പ്രചരിപ്പിക്കാനും ഇന്ത്യയിൽ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതസംഘടനയ്ക്കുണ്ട്, മത വ്യക്തികൾക്കുണ്ട്, സംഘടനകൾക്കുണ്ട്. ഇതാണ് ഭരണഘടന അടിസ്ഥാനമാക്കുന്ന അടിസ്ഥാനപരമായ ആശയം അതാണ്. അപ്പോൾ മതം പ്രചരിപ്പിക്കുക, മതപരമായ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല, ഒരു കുറ്റകരമായ പ്രവൃത്തിയല്ല. ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാര്യം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അന്ധകരണ സ്വാതന്ത്ര്യം അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യക്ക് മുഴുവൻ ബാധകമാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഇത് സാധ്യമാക്കാതിരിക്കുന്നത് ഈ ഒരു തരത്തിൽ ഈ നമ്മൾ ഫ്രിഞ്ച് എലമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യം, ഫ്രിഞ്ചൊന്നല്ല, അത് മുഖ്യധാര ഹിന്ദുത്വ സംഘടനകൾ തന്നെയാണ്. പഴയവർ ഫ്രിഞ്ച് എന്നൊക്കെ വിളിക്കുന്ന അർത്ഥക്കാർ, ഇവർക്ക് നിർണായക സ്വാധീനം അധികാരത്തിലുണ്ട്, ഒരു പാർശ്വ സംഘടനകളൊന്നല്ല ഇത്. അപ്പോൾ ഈ സംഘടനകൾ ഇതിനെതിരെ ശക്തമായിട്ട് ഈ മത പ്രവർത്തനങ്ങളെ, വിശ്വാസസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ മതപരിവർത്തനമായിട്ട്, നിർബന്ധിതമായ മതപരിവർത്തനം മാത്രമാണ് ഇതിനകത്ത് തടസ്സം വരുന്ന കാര്യം. അത് ഒരാളെ ഫോഴ്സ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കുറ്റകരമായ പ്രവൃത്തിയായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു തെളിവും ഇവർക്ക് ശേഖരിക്കാൻ ഉണ്ടാകണമെന്നില്ല. ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കും നടക്കുക. അതിന് അവർ ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഹിന്ദുത്വ സംഘടനകളെ അതിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊന്നല്ല. അപ്പോൾ അതിന് പള്ളി ആക്രമിക്കുന്നു വേണ്ട. അങ്ങനെ അവർ ഫോഴ്സ്ഫുള്ളായിട്ട് കൺവേർഷൻ അതിന് അവർക്ക് നടപടിയെടുക്കാനുള്ള അവസരം ഇതിന് മുമ്പുണ്ട്. അത് ഈസ്റ്റർ ദിനമല്ലല്ലോ അതിന് അവസരമാക്കേണ്ടത്. അപ്പോൾ അതല്ല, ഇവിടെ വിശ്വാസപര പ്രവർത്തനത്തെ അതിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെടുകയോ അല്ലെങ്കിലോ അതിനെ ബാധിക്കുന്നു, അതിനെ തടയുക എന്നുള്ള, ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, വിശ്വാസപരത തടയപ്പെടുക, അതിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതിനെ ആക്രമിക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനം കലാപോന്മുഖമായ പ്രവർത്തനമാണെന്നുള്ളത്. അപ്പോൾ അത് കലാപോന്മുഖമായതുകൊണ്ട് തന്നെ അത് നിയമപരമായി തെറ്റുമാണ്, കുറ്റകൃത്യവുമാണ്. ഈ കൗണ്ടർ അഫെയർ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരും. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മറിച്ച് കൗണ്ടർ അഫെയർ കൊടുക്കുക, പോലീസ് സ്വീകരിക്കുക, എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന രീതി നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ പ്രവർത്തനം. അത് ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ സാധ്യമായിരിക്കില്ല, കേരളം പോലെ സ്ഥലത്ത് സാധ്യമായിരിക്കില്ല. കാര്യം അത് നമ്മുടെ സമൂഹത്തിൻ്റെ പുലർത്തുന്ന മതേതരമായ ജാഗ്രതയും ഉണർവുമാണ് അതിന് കാരണം. മറ്റ് സ്ഥലങ്ങൾ അതാകണമെന്നില്ല. കാര്യം ഭരണം തന്നെ ഹിന്ദു സംഘടനകളുടെ കയ്യിലായിരിക്കുന്നുണ്ട് ഇത് സാധ്യമല്ല. പക്ഷേ ഇതൊന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തിരിച്ചറിവ് ഇതൊരു പ്രവണതയായിട്ട് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ജനാധിപത്യ രാഷ്ട്രം നേരിടുന്ന വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഭരണഘടന ഏത് രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സുരക്ഷിതത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹികമായിട്ട് നൽകുന്ന സുരക്ഷിതത്വമാണ്. അത് പ്രത്യേകിച്ചൊരു നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങൾ അതില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ വിവിധമായ ഒരു ഭീഷണിയിലാണ് പലപ്പോഴും അവിടെ പ്രവർത്തിക്കാൻ അവിടെ എന്താ പറയുക, മറ്റ് സാമൂഹിക ജീവിതം നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രൈസ്തവ സമൂഹം, മുസ്ലിം സമൂഹം മാത്രമല്ല, വിശ്വാസമില്ലാത്ത വ്യക്തികളും പ്രശ്നമുണ്ട്. നരേന്ദ്ര ദാബോൽക്കർ, ഗൗരി ലങ്കേഷ്, ഇവരൊക്കെ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ വിശ്വാസത്തിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷികളായവരാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇനി ചോദ്യം ചോദിച്ചത് സംഘപരിവാർ സംഘടനയാണോ? അല്ല, ആശയത്തിന് ഇപ്പോൾ സംഘപരിവാർ സംഘടനയാണ് ചോദിക്കുന്ന സമയത്ത് ഇത് പലതരത്തിലും പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ. ഇനിയിപ്പോൾ ഒരു ആധികാരിക സ്ഥലത്ത് നിന്നും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഏത് ആശയമാണ് ഈ സനാതന സംഘടന ഇവിടെ നരേന്ദ്ര ദാബോൽക്കറിനെ അതുപോലെ ഗോവിന്ദ് പൻസാരെയും വധിച്ച സംഘടനയ്ക്ക് ഈ ആശയം തന്നെ അവർ പ്രചരിപ്പിക്കുന്നത്? അതിനെ തടയിടാനൊന്നും നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല, ഭരണ സംവിധാനം സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടുന്ന കാര്യം. അപ്പോൾ ഇത് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അവർ പറയുന്നിടത്ത് വിശ്വാസങ്ങൾ നിൽക്കും, അവർ പറയുന്നത് വിശ്വാസങ്ങൾ അവസാനിക്കണമെന്ന് പറയുന്നൊരു സമീപനമാണ് നമ്മളിതെല്ലാം കണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയൊരു സാഹചര്യത്തിൽ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. കോടതിയിൽ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനുശേഷം മുനമ്പത്ത് നടന്ന താങ്ക് യു മോഡി എന്ന ഒരു പരിപാടി നടക്കുന്നു. അതിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരിട്ട് പങ്കെടുക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നടന്ന പ്രസ് കോൺഫറൻസിൽ ഈ നിയമം കൊണ്ട് മുനമ്പത്ത് ഉദ്ദേശിച്ച പൂർണ്ണഫലം നടക്കാൻ പോകുന്നില്ല, അതിന് കോടതിയിൽ പോരാടണമെന്ന് കേന്ദ്രമന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ആ സമരത്തിന് നേതൃത്വം നൽകിയവർ തന്നെ കേന്ദ്രം ഞങ്ങളെ വഞ്ചിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഈ മുനമ്പം വിഷയത്തിലെങ്കിലും തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു തിരിച്ചറിവിലേക്ക് ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വം വരുന്നൊരു സാഹചര്യമുണ്ട്. അത് മുനമ്പം വിഷയം ഒരു മതവൈര്യത്തിൻ്റെ വിഷയമായിട്ട് ഉന്നയിക്കപ്പെടരുത് തന്നെ തെറ്റായിപ്പോയി. തീർച്ചയായിട്ടും BJP പോലെ രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായ വിഷയമാണെന്നും മതസ്പർദ്ധയ രീതിയുടെ സ്വഭാവത്തിൻ്റെ അകത്തുനിന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നതും അത് അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് ചർച്ച സമയത്ത് മന്ത്രി തന്നെ പലപ്പോഴും മുനമ്പമാണ് പ്രധാന വിഷയമായി ഉന്നയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. മുനമ്പം കേരളത്തിൻ്റെ അകത്ത് മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്.
അതിന് പരിഹാര മാർഗ്ഗങ്ങളും എല്ലാവരും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആരും കുടിയൊഴിപ്പിക്കപ്പെടണമെന്ന് ഒരു മുസ്ലിം സംഘടനയും ആവശ്യപ്പെട്ട് അവിടെ പോയി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. വഖഫ് നിയമത്തിൻ്റെ പ്രശ്നം വേറെ, മുനമ്പത്തിൽ അവിടെ ജീവിക്കുന്നവരുടെ പ്രശ്നം വേറെ. അത് തന്നെയാണ് പൊതുവിൽ കേരളത്തിൽ ചർച്ച ചെയ്ത കാര്യം. പക്ഷേ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി വഖഫ് നിയമം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിന് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രിതമായിട്ടാണ് ഇതാക്കിയത്. അങ്ങനെ മുനമ്പം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടു. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്ന് എംപിയും ഈ വിഷയം ഉന്നയിക്കേണ്ടായി, ജോൺ ബ്രിട്ടാസിന് മറുപടിയായിട്ട് ഉന്നയിക്കേണ്ടായി. പക്ഷേ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നിയമപരമായി തന്നെ പരിഹരിക്കേണ്ട പ്രശ്നം നിയമമായി തന്നെ പരിഹരിക്കും. പക്ഷേ നിയമപരമല്ലാത്ത രീതിയിലും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം സംഘടന മുന്നോട്ട് വെച്ചത്. അതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷത. ഈ നിയമപരമായി സംഘർഷാവസ്ഥ നിയമപരമായി പോകാൻ വീണ്ടും അവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചോളം ഇതിലൂടെയെല്ലാം കടന്നു പോകണം. അല്ലാതെയുള്ള പരിഹാര നിർദ്ദേശങ്ങളും സമവായത്തിൻ്റെ നിർദ്ദേശങ്ങളും പരസ്പരം സംവദിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ മുസ്ലിം സംഘടനയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പല ക്രൈസ്തവ മത നേതൃത്വവും അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. അതില്ലാതാക്കാനുള്ള ശ്രമമായി നടന്നിട്ടുള്ളത്. പക്ഷേ അത് പൊളിഞ്ഞ് താഴെ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ന് കൂടുതൽ ഒരു തിരിച്ചറിവ്. പക്ഷേ നമ്മളിങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും ഇത് ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകുന്ന തിരിച്ചറിവ് മാത്രമല്ല, കേരളത്തിലെ മതേതര സമൂഹത്തിനും പൊതുസമൂഹത്തിനും മുഴുവൻ ഉണ്ടാകുന്ന തിരിച്ചറിവാണ്. എങ്ങനെയാണ് ഈ സ്പർദ്ധയും ഈ വേർതിരിവുകളും നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളത്. ഒരു ചെറിയ വിഷയത്തെ കേന്ദ്രീകരിച്ച് അതെങ്ങനെയാണ് സമൂഹത്തിലെ മുഴുവൻ തരത്തിൽ ബാധിക്കുക എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും മാത്രം പ്രശ്നമായിട്ട് ഇത് കാണുന്നതന്നെ ശരിയല്ല. ഇത് കേരളത്തിലെ മുഴുവൻ സമൂഹം, വിശ്വാസമുള്ള സമൂഹം, വിശ്വാസമില്ലാത്ത സമൂഹം എല്ലാം ഉൾക്കൊള്ളുന്ന പ്രശ്നം. എങ്ങനെയാണ് ഒരു വിഷയത്തെ അത് സ്പർദ്ധയിലേക്ക് നയിക്കാനും ഒരു പരസ്പര സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ പലർക്കും സാധിക്കും. ഇത് ആസൂത്രണം നടക്കുന്ന കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുനമ്പ് സംഭവത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കാസ എന്ന സംഘടന വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് കോടതിയിൽ സർക്കാരിൻ്റെ കൂടെ പോവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ സംഘടനയിൽ കാസ എന്ന സംഘടനയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശ ലക്ഷ്യങ്ങളോട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ സംഘടന ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം. പക്ഷേ പലപ്പോഴും ഈ കാസയുടെ പ്രവർത്തനങ്ങളോട് ക്രൈസ്തവ മതം നേതൃത്വം ഈ വളരെ വ്യക്തമായിട്ടൊരു നിലപാട് എടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട്. കാര്യം അത് രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്നുള്ളതാണ്. അത് മതപരമായ സ്വഭാവമല്ല, രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സമയത്ത് രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് അപ്പോൾ അതിനെ തിരിച്ചറിയണം, അതിന് അഭിപ്രായം പറയാൻ ഈ എന്താ പറയുക മത നേതൃത്വത്തിന് ഒരു ധാർമ്മികമായ ബാധ്യതയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം രാഷ്ട്രീയമാണ് പറയുന്നത്, രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുക സ്വാഭാവികമായിട്ടും ആ അഭിപ്രായം പറയണമല്ലോ. അപ്പോൾ ഒരു ക്രൈസ്തവ പ്രശ്നമല്ല ഉന്നയിക്കുന്നത്, ഇതിനകത്ത് അപ്പുറത്തേക്കും രാഷ്ട്രീയ നിലപാടിലേക്ക് പോകുമ്പോൾ ആ ഒരു കാര്യം. പക്ഷേ അത് കേരള സമൂഹം തിരിച്ചറിയണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ സമൂഹവും, ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും എല്ലാ സമൂഹവും, ഹിന്ദു സമൂഹമാണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും പൊതുസമൂഹം തന്നെ ഈ വിഷയം നിലപാടുകൾ തിരിച്ചറിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സായതിൻ്റെ തൊട്ടുടനെ, അതായത് സംഘപരിവാർ ആ വിഷയത്തിൽ ലക്ഷ്യം കണ്ടു എന്ന് അവർക്ക് ഏകദേശം ബോധ്യപ്പെട്ട ഉടനെയാണ് ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളുടെ ഭൂമിക്കണക്ക് ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. പിന്നീട് പിൻവലിക്കപ്പെട്ടെങ്കിലും അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ കൊടുത്ത ഭൂമിയിലാണ്, അതായത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ, എത്ര ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ സ്വത്ത് കണക്കുകൾ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സഭകളാണ് എന്നുള്ള രൂപത്തിലൊക്കെ ഓർഗനൈസറിൽ തന്നെ ലേഖനം വരുന്നൊരു കാഴ്ച നമ്മൾ കാണുകയുണ്ട്. മുസ്ലിങ്ങൾക്ക് ശേഷം വഖഫ് നിയമത്തോടു കൂടി മുസ്ലിങ്ങൾക്ക് ശേഷം ഇനി ക്രിസ്ത്യാനികളിലേക്ക് തിരിയാം എന്നൊരു RSSന്റെ ലൈനാണ് ഇത് കാണിക്കുന്നത്. അല്ല, നമുക്ക് ആ ലേഖനം ഒരു സാന്ദർഭികമായിട്ട് പിൻവലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ലേഖനം അവിടെ വന്നിരുന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു മനസ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ലേഖനം എഴുതപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേക ഘട്ടത്തിൽ അത് രാഷ്ട്രീയമായിട്ട് അതിന് ചില നഷ്ടങ്ങൾ BJPക്ക് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം പിൻവലിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ആ ലേഖനം അവിടെ വന്നു. അപ്പോൾ ആ ലേഖനം ആലോചിച്ച് എഴുതാണ്. തീർച്ചയായിട്ടും പിൻവലിക്കപ്പെട്ടത് തന്നെ ആ ആബ്സെൻസ് എന്ന് പറയുന്ന വലിയ പ്രസൻസാണ്. ആ ആബ്സെൻസിൻ്റെ പ്രസൻസാണ്. കാര്യം അങ്ങനെ ഭീഷണിയാണത് എന്നുള്ളത്. പിൻവലിച്ചാലും അത് സാധനം കയ്യിലിരിപ്പുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്നൊരു കാര്യം, നമ്മുടെ ചരിത്രപരമായി തന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് പൊതു സ്വഭാവം ഹിന്ദുത്വത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുവർണ്ണകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം മധ്യകാലം മുതൽ മധ്യകാല ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വ്യാഖ്യാനിച്ച പോലെ മുസ്ലിം കാലവും അതിനുശേഷം ഈ ബ്രിട്ടീഷ് ഭരണകാലം ക്രിസ്ത്യൻ കാലം, ഈ രണ്ട് കാലവും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും ഈ കാലത്ത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം ഈ സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലം നിരാകരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാലം നിരാകരിക്കുക. അവർ ആ രണ്ട് കാലം നിരാകരിക്കുക പറഞ്ഞാൽ ആ ജനസംഖ്യയോടും ആ സമുദായത്തോടും ഒക്കെ തന്നെ പുലർത്തുന്ന വിദ്വേഷം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് അടവുപരമായിട്ട് താൽക്കാലം ഒരുപക്ഷെ കേരളത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അതുപോലെ കൽക്കട്ടയും പല പ്രദേശങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയം BJP
ഒരുപക്ഷെ ആസൂത്രണം ചെയ്യുന്നത്. കാര്യം ക്രൈസ്തവ വോട്ടുകൾ ഉപയോഗിക്കുക. കാര്യം മുഖ്യ ശത്രു അല്ലെങ്കിൽ ആദ്യം അന്വേഷിക്കപ്പെടേണ്ട പ്രഥമ അപരൻ എന്ന് വിളിക്കുന്ന മുസ്ലിമായാണ് അതിന് ശേഷം. പക്ഷേ വ്യവസ്ഥാപിതമായി വരുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ശത്രുക്കളുടെ നിരയിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഗ്രന്ഥം അവിടെ തന്നെയുണ്ട്, പരിശുദ്ധമായി തന്നെ ആ ഗ്രന്ഥം അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ ആവശ്യ സമയത്ത് അവർ അത് ഉപയോഗിക്കാം. ആ ഗ്രന്ഥം പിൻവലിച്ചിട്ടില്ലല്ലോ. ആ ഗ്രന്ഥം തെറ്റാണെന്നും ആ ഗ്രന്ഥം പിൻവലിക്കുകയോ ഗ്രന്ഥം തെറ്റാണെന്നും ആരും പറഞ്ഞിട്ടില്ല. ആ ഗ്രന്ഥത്തിലെ ആശയം തെറ്റാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലോ. പക്ഷേ അത് അടവുപരമായിട്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചകൾ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള കവിത പോലെ തന്നെ നമ്മൾ ഇനി ആരെയാണ് തേടി വരിക എന്നുള്ളത് നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ തന്നെ ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ജാഗ്രത എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന നന്നായിരിക്കും. കാര്യം അടുത്ത് തേടി വരുന്നത് ഒരുപക്ഷെ ആരെയാണെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ആ സമയം നമുക്കറിയാം. പക്ഷേ തീർച്ചയായും തേടി വരും എന്നുള്ളത് വ്യക്തമാണ്. ഇസ്ലാം ഭീതിയ അഥവാ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. ശരിക്കും എൻ്റെ എപ്പിസെൻറ്റർ എന്ന് വിളിക്കുന്നത് യൂറോപ്പാണ്, ഇന്ത്യയല്ല, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളല്ല. കാര്യം ഏഷ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു ചരിത്രമുണ്ട്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദുത്വം അല്ലല്ലോ ഏഷ്യൻ രാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു ആശയം. വലിയ മതേതരത്തിൻ്റെ സാമൂഹികമായ ആശയമുള്ള സ്ഥലമാണ് ഏഷ്യ. അപ്പോൾ യൂറോപ്പിലെ ഒരു എപ്പിസെൻറ്ററിൽ ഈ പ്രശ്നം കുറേ കാലങ്ങളായിട്ടുണ്ട്. ഇത് കുടിയേറ്റ വിരുദ്ധ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇസ്ലാം വിരുദ്ധതയാണ്, ഇസ്ലാം വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഫാദർ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഇസ്ലാം ഫോബിയക്കെതിരെ നിലപാടെടുത്ത എന്താ പറയുക പോപ്പാണ്. വളരെ ശക്തമായ നിലപാടെടുക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റ് തലങ്ങളിൽ ഇതൊരു ക്രൈസ്തവ സമൂഹങ്ങളിൽ വ്യാപിച്ചുള്ളൊരാശയമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഡൊണാൾഡ് ട്രംപും ഇതുപോലെ ആൾക്കാർ യൂറോപ്പിലെ പല വലതുപക്ഷ നേതാക്കളും ഇത് പ്രചരിപ്പിക്കും, അതിൻ്റെ വക്താക്കളുമാണ്. അതുകൊണ്ടാണ് അവർക്കൊരു പക്ഷേ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു സൗഹൃദഭാവം പോലും പലപ്പോഴും ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ മുസ്ലിം ഭീകരത എന്ന് വിളിക്കും. നമുക്കറിയാം ടെററിസത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ പൊതുപാഠം തന്നെ അതിൻ്റെ അകത്ത് ഇസ്ലാം വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് എഴുതിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതാണല്ലോ വാർ ഓൺ ടെററിസം മാത്രമല്ല വാർ ഓൺ ഇസ്ലാമായി പലപ്പോഴല്ല അങ്ങനെ തന്നെ ഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷേ കേരളത്തിൽ നിന്നും മറ്റൊക്കെ മൈഗ്രേറ്റ് ചെയ്ത ഇവിടുന്ന് പോയുള്ള വിശ്വാസികളുടെ ക്രൈസ്തവർ പോലും ചിലപക്ഷേ ഇൻറ്റേണലൈസിനാണ്. കാരണം ഒരു വലതുപക്ഷ രാഷ്ട്രീയം പ്രഭാവം ചെലുത്തുന്ന സമയത്ത് അത് ഉൾക്കൊണ്ടുണ്ടാവും. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ, ഇതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കാതെ, കുടിയേറ്റവുമായി ബന്ധപ്പെട്ടും യൂറോപ്പ് നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ആ ഇസ്ലാം ഭീതിയുടെ രാഷ്ട്രീയം എന്തോ ഇസ്ലാം എന്നുള്ള ഭീകരത സൃഷ്ടിക്കുക എന്നുള്ള രാഷ്ട്രീയം പലതരത്തിലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മറ്റേൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള പ്രശ്നം കൂടി പലപ്പോഴും ഈ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കിടയിലും സംഘടനകൾക്കിടയിലും ഏതൊക്കെയോ തലത്തിൽ നുഴഞ്ഞു കയറിയിട്ട് നമുക്കറിയാം. അത് കേരളത്തിൽ അത് പ്രഭാവം ചെലുത്തുന്നില്ല. കാര്യം കേരളത്തിലെ സാമൂഹിക ജീവിതം വ്യത്യസ്തമായുള്ള പ്രഭാവം ചെലുത്തും. പക്ഷേ എന്നിരുന്നാലും ഇത് കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഇതിൻ്റെ ഒരു യൂറോപ്യൻ അനുഭവം ഇതിൻ്റെ അകത്ത്. കാര്യം ഒരുപാട് കുടിയേറ്റക്കാർ യൂറോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഈ വലതുപക്ഷ ആശയം പല രീതിയിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഇതാണ്. ഇത് നമുക്ക് ഇപ്പോൾ അമേരിക്കയിലൊക്കെ തന്നെ ക്യാപിറ്റോൾ ഇൻസറക്ഷൻ, ട്രംപ് ഇലക്ഷൻ തോറ്റപ്പോൾ നമുക്കറിയാലോ ക്യാപിറ്റോളിൽ ട്രംപിന് അനുകൂലമായിട്ട് ഒരുപാട് അതിൽ കേരളത്തിലൊരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ട്രംപിനെ അനുകൂലിക്കാൻ തോന്നിപ്പിക്കുന്ന ഘടകം എന്താണ്? അപ്പോൾ അത്തരമൊരു ഈ വ്യാജമായ ഈ ആശയങ്ങളിൽ അതിൽ വീണു പോകുന്ന ഒരുപാട് പേര്. അപ്പോൾ അത് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടാവാം ആ ആശയങ്ങൾ. അതിനെ പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. അത് ക്രൈസ്തവത്തിനെ പ്രതിരോധിക്കേണ്ടത്. അതിനെ ഞാൻ പറഞ്ഞില്ലേ ഫാദർ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പ്രതിരോധിച്ചിട്ടുള്ളതാണ്. വളരെ കൃത്യമായിട്ട് എതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിലും. പക്ഷേ അതല്ലാതെയും അത് കടന്നു വരുന്നു എന്നുള്ളത് ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, RSS അവരുടെ ശത്രുക്കളെ തേടി വരും എന്നുള്ളത് വ്യക്തമാണ്. അത് എപ്പോൾ എന്നുള്ളതിൽ, അത് എത്ര വൈകും എന്നതിൽ മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ഒരു തേടിവരലിൻ്റെ ചില സൂചനകളാണ് ഒരുപക്ഷെ അഹമ്മദാബാദിലും ജബൽപൂരിലൊക്കെ നമ്മൾ ദുഃഖവെള്ളിയിൽ കണ്ടത്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് പാംബ്ലാനി പിതാവ് അടക്കമുള്ളവരുടെ പരാമർശങ്ങളിലൂടെ വന്നത്. ഏതായാലും ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.